അതിജീവന സമരം നടക്കുന്ന കൊച്ചി താന്തോണി തുരുത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണ്. വേലിയേറ്റത്തിൽ വീടുകളിൽ വെള്ളം കയറുമ്പോൾ ബാഗും പുസ്തകവും എല്ലാം നനയും. വലിയ വെള്ളക്കെട്ടും താണ്ടി സ്കൂളിലെത്തുമ്പോൾ ചിലപ്പോൾ യൂണിഫോമും നനഞ്ഞു കുതിരും. വിദ്യാഭ്യാസത്തിനായി തുരുത്തിലെ കുട്ടികൾ നേരിടുന്ന ദുരിതം അത് നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത ദുരിതമാണ്. ആ ദുരിത കാഴ്ചകൾ അലി അക്ബർ ഷാ കാട്ടിത്തരും. താന്തോണിത്തുരുത്തിലെ കുട്ടികൾക്ക് സ്വപ്നങ്ങളുണ്ട്, പഠിക്കാൻ, നല്ല ജോലി നേടാൻ. പക്ഷേ ആ സ്വപ്നത്തിലേക്കുള്ള യാത്ര ഒട്ടും എളുപ്പമല്ല. ഓരോ ദിവസവും സ്കൂളിലെത്താൻ താണ്ടേണ്ട ദുരിതക്കയങ്ങൾ ഏറെയാണ്. നനഞ്ഞ പാവാടയുമിട്ട് ക്ലാസ് മുറിയിലേക്ക് കയറി ചെല്ലേണ്ടി വരുന്നതിന്റെ അപമാനഭാരത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ചത് ഒരു 14 വയസ്സുകാരി പെൺകുട്ടിയായിരുന്നു. അത് ആ പെൺകുട്ടിയുടെ മാത്രം കഥയല്ല. ഇത്രയും വലിയ വെള്ളക്കെട്ടുകൾ താണ്ടി സ്കൂളുകളിലേക്ക് പഠനത്തിനായി പോകുന്ന താന്തോണിത്തുരുത്തിലെ ഓരോ വിദ്യാർത്ഥിനിക്കും പറയാനുള്ളത് അതേ കഥയാണ്. വേലിയേറ്റത്തിൽ വീടുകളിലേക്ക് ഇരച്ചെത്തുന്ന വെള്ളത്തിൽ ബാഗും പുസ്തകങ്ങളും നനയും. ജീവനിൽ ഭയന്ന് എല്ലാ രാത്രിയിലും തോണിയിൽ കയറിയുള്ള പലായനത്തിൽ പഠനവും നടക്കില്ല. താന്തോണിത്തുരുത്തിന്റെ അതിജീവനത്തിനായുള്ള പോരാട്ടം നടക്കുമ്പോൾ പരീക്ഷാകാലം ഈ കുട്ടികൾക്ക് സമരകാലമാണ്. നിങ്ങൾ ബോട്ടിൽ തന്നെയല്ലേ ഈ സ്കൂളിലേക്ക് ഇപ്പോൾ പോകുന്ന? രാവിലെ ബോട്ടിൽ തന്നെ വന്നേ. ഈ വെള്ളം കയറുമ്പോൾ ബുക്ക് നനഞ്ഞു പോകും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഈ ഇവളുടെയൊക്കെ ബുക്ക് ബാഗ് ഫുള്ള് നനഞ്ഞു പോയി. ഞങ്ങളുടെ മുകളിലായിരുന്നു വെച്ചേച്ച്, അടിയിലത്തെ തട്ടൊക്കെ കുറച്ച് പഴയ ബുക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം നനഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് രാവിലെ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഫുള്ളും നനഞ്ഞു, ഉടുപ്പൊക്കെ നനഞ്ഞു പോകും. പിന്നെ വെള്ളം അകത്തോട്ടൊക്കെ കയറുമ്പോൾ ബാഗും ബുക്കൊക്കെ നനഞ്ഞു പോയി. എൻ്റെ കുറേ ബാഗ് ഒരു 2-3 ബുക്കൊക്കെ നനഞ്ഞു പോയി. നനഞ്ഞു മങ്ങിയ അക്ഷരങ്ങൾ നെഞ്ചോട് ചേർത്ത് ജീവൻ കയ്യിൽ പിടിച്ച് വിദ്യാഭ്യാസത്തിനു വേണ്ടി മറുകര തുഴയുകയാണ് താന്തോണിത്തുരുത്തിലെ അടുത്ത തലമുറ. ഒരു ഭരണകൂടവും രക്ഷയ്ക്കെത്തില്ലെന്ന് ഇന്നവർക്കറിയാം. അറിവ് മാത്രമാണ് ആയുധമെന്നും. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനും നിതിലിനുമൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.